പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്തെന്നാൽ അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം. ഈശോയെ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലുമാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശോയെ, ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ. ഞങ്ങളിതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി അങ്ങയുടെ പാദപീഠത്തിങ്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുമ്പോൾ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് അങ്ങ് ചേർത്ത് വെക്കണമേ. ഈശോനാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും എല്ലാവിധ വേദനകളിൽ നിന്നും വിടുവിക്കണമേ. ഈശോനാഥ, അങ്ങ് മാത്രമാണ് ഞങ്ങളെ സഹായിപ്പാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും അങ്ങ് കരുണയായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ ഈ ഭൂമിയിൽ ഈശോ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോ വെള്ളം വീഞ്ഞാക്കിയതുപോലെ അമ്മേ മാതാവേ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലും ഞങ്ങളുടെ കണ്ണുനീരിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ, അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ആരും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല. അമ്മേ മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയിൽ ആശ്രയം വെക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. അങ്ങയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ. എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. എല്ലാവിധ കുറവുകളും ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ. മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അമ്മേ മാതാവേ, തളർന്നുപോയ ഞങ്ങളുടെ ശരീരങ്ങളെ ബലപ്പെടുത്തണമേ. ഈശോനാഥ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകലവിധ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. അന്ധന് കാഴ്ച കൊടുത്തതുപോലെ, ചെകിടന് കേൾവി കൊടുത്തതുപോലെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതുപോലെ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകലവിധ അത്ഭുതങ്ങളും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ. ഈശോയെ, ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് ഭാരപ്പെട്ട് ജീവിക്കുന്ന ദമ്പതികൾക്ക് നല്ല സന്തോഷവും സമാധാനവും കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ അവരെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ അമ്മ അവരെ യോഗ്യരാക്കണമേ. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ എല്ലാ അരികിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ ഉദരത്തെ ഒന്ന് സ്പർശിക്കണമേ. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. ഈശോയെ, നീ അവരോട് കരുണയായിരിക്കണമേ. അത്ഭുതങ്ങളിൽ അവരിൽ പ്രവർത്തിക്കണമേ. അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. നല്ലൊരു കുടുംബജീവിതം അവർക്ക് കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ. ആരുടെയും വാക്കുകളാലോ ആരുടെയും പ്രവൃത്തികളാലോ ഒരു കുടുംബം പോലും തകർന്നു പോകുവാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. തിരുരക്തത്താൽ പൊതിഞ്ഞുകൊള്ളണമേ. തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. അമ്മയുടെ നീലമിളങ്കിയാൽ പൊതിഞ്ഞു പിടിക്കണമേ. അന്ധകാര ശക്തികളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഓടിച്ചു കളയണമേ. എല്ലാവിധ പൈശാചിക ശക്തികളെയും ബന്ധിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അമ്മയെ സാക്ഷി നിർത്തി ഞങ്ങളിത് ദൈവനാമത്തിൽ ആജ്ഞാപിക്കുന്നു. സകലവിധ അന്ധകാര ശക്തികളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകട്ടെ. ദൈവനാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. സകലവിധ അന്ധകാര ശക്തികളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്
പുറത്തേക്ക് പോകട്ടെ. ദൈവനാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, സകലവിധ അന്ധകാര ശക്തികളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തു പോകട്ടെ. ഈശോനാഥ, നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഒരു പ്രകാശമായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ. എല്ലാവിധ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ. സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം ഹൃദയം നുറുങ്ങുന്ന വേദനകളും സങ്കടങ്ങളും ഏറ്റെടുത്ത് അവരെ എല്ലാം സഹായിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.